ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ ചിറകിലേറി RJD നേതാവ് തേജസ്വി യാദവിന്റെ പിന്തുണയോടുകൂടി ബീഹാറിൽ കാടടച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ബീഹാറിനകത്ത് SIR നടപ്പിലാക്കി കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും അനുകൂലമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ, യാദവ ന്യൂനപക്ഷ വോട്ടുകൾ പലതും വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരേ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും NDAയെയും വേണം ഇപ്പോൾ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് പരാജയപ്പെടുത്താൻ. ലാലു പ്രസാദ് യാദവിന്റെ അഭാവത്തിൽ, അദ്ദേഹം ശാരീരികമായി അവശതകളെ തുടർന്ന് വിശ്രമത്തിലാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മകൻ തേജസ്വി യാദവാണ് ഇപ്പോൾ RJDയെ നയിക്കുന്നത്. മറുഭാഗത്ത് കോൺഗ്രസിന്റെ തേര് തെളിക്കാൻ രാഹുൽ ഗാന്ധി തന്നെ ബീഹാറിൽ നേരിട്ട് രംഗത്തിറങ്ങുന്നു. കനയ്യകുമാർ ഉണ്ട്. മുൻ JNUവിലെ തീപ്പൊരി നേതാവ്. CPIയോട് വിട പറഞ്ഞ് കോൺഗ്രസിലെത്തിയ കനയ്യകുമാർ ബീഹാർ രാഷ്ട്രീയത്തിൽ തന്റേതായ റോൾ ഉറപ്പിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ വലിയ ഒരു ഗ്ലാമർ പട തന്നെ കോൺഗ്രസിന് വേണ്ടി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തും. ഇന്ത്യ സഖ്യത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തും. RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും എല്ലാം കൂടി ചേരുന്ന ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയാണ് ബീഹാറിൽ അർപ്പിക്കുന്നത്.